ഞാൻ മജിൽസ് കോളേജിലാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് ഇലക്ട്രോണിക്സിന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തിയറി ഒന്നും അല്ല, തിയറി ഇഷ്ടമാണ്, പക്ഷേ ഈ ലാബ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലായിരുന്നു ആദ്യം ഇത് വരുന്നതിന് മുന്നേ. അന്ന് നമ്മൾ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ബ്രെഡ് ബോർഡ് അങ്ങനത്തെ ചെറിയ സമൂഹത്തിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലായി, അങ്ങനെ ധരിച്ചു പോയി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വാസ്റ്റാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറ്റി. അപ്പോൾ കൂടുതൽ അങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ ഇൻട്രസ്റ്റ് വന്നു, ഇങ്ങനെ വിശാലമായി മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ നല്ലൊരു താല്പര്യം വന്നിരിക്കണം. അപ്പോൾ പിന്നെ പറയാനുള്ള വെച്ചാൽ സാറുമാരുടെ ബിഹേവിയറും ഒന്നും കൂടി എനിക്കൊരു മോട്ടിവേറ്റ് ആയി. വെച്ചാൽ നമ്മളിപ്പോൾ കുറേ സമയത്ത് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സമയത്തും നമ്മളെ കുറ്റപ്പെടുന്നതിനപ്പുറം അതിനും തരണം ചെയ്യുന്നതിൻ്റെ സൊല്യൂഷൻ അതിനേക്കാൾ സാറുമാർ കൂടുതൽ വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ആയി മുന്നോട്ട് പോകാനൊക്കെ ഹെൽപ്പായി. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ ബേസിക് എനിക്കതാണ് ഭയങ്കര സ്ട്രിപ്പ് ചെയ്യാൻ പോലും അറിയായിരുന്നു, ബേസിക് ആയിട്ട് കാര്യങ്ങളും പോലും അറിയായിരുന്നു. പക്ഷെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോൾട്ടിങ് ആയാലും ഡ്രില്ലിങ് ആയാലും പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മജിൽസ് കോളേജിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ 10ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ. പൊതുവെ നമ്മൾ ഏകദേശം ഇപ്പോൾ ക്ലിയറായി ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഒരു എന്താണ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല വരുന്ന ആ ഒരു സമയം ഇന്റേൺഷിപ്പിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ. പക്ഷേ ഇത് ഇവിടെ FUGPDക്ക് നിർബന്ധമായതുകൊണ്ടാണ് ചെയ്യാമെന്നുള്ള ആ ഒരു നിർബന്ധത്തിൽ വന്നതായിരുന്നു ഇവിടെ. പക്ഷെ ഇത് വന്നിട്ട് പിന്നെ എന്താണ് ഇങ്ങനെ ഫസ്റ്റത്തെ ഒരു ദിവസം ക്ലാസ് മാത്രം ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, ബോറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ഉറക്കം വരല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പ്രാക്ടിക്കൽ വർക്കിലേക്ക് കടന്നപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി, നല്ലൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഈ മേഖലയോട് വന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ ഇങ്ങനെ ഒരു ശരിക്കും ഒരു എക്സ്പോഷർ കിട്ടിയതിനെ വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ SNDP കോളേജിലെ മറ്റു കുട്ടികളായിട്ടും അതുപോലെ തന്നെ നിർമ്മലഗിരി കോളേജിൽ അങ്ങനെ പല കുട്ടികളുടെ ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ ഇവിടുത്തെ സാറന്മാരായിട്ടും ഒക്കെ അങ്ങനെ കുറേ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധിച്ചു. ഇതിലൊക്കെ എല്ലാത്തിനും ഉപരി ഇങ്ങനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമുണ്ട് പറയാൻ. അത് ഇവിടുത്തെ സാറന്മാരും ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പെരുമാറ്റമാണ്. ഈ കുട്ടികളോടുള്ള നമ്മളോടുള്ള ഇവിടുത്തെ പെരുമാറ്റം, പ്രത്യേകിച്ച് അനൂപ് സാറിന്റെ ഒക്കെ ഒരു എന്താണ് ബിഹേവിയർ ഇവിടെ തീർച്ചയായും പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെ പോലത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ പലരും പല മെന്റാലിറ്റിയുടെ ആളുകളേക്കാരും, ചിലർക്ക് നല്ല താല്പര്യം ഉണ്ടാവും, ചിലർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ പലരും പല മെന്റാലിറ്റി, പലരും പല സ്വഭാവം പല ടേസ്റ്റിയുള്ള ആളുകളേക്കാരും. അപ്പൊ ഇങ്ങനത്തെ ആളുകളോടൊക്കെ വളരെ താഴ്മയോട് വളരെ എളിമയോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇവരോട് നമ്മളോട് ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ വളരെ അത്ഭുതം തോന്നി, വളരെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അങ്ങനത്തെ ഒരു നല്ലൊരു പെരുമാറ്റമായിരുന്നു ഇവിടുത്തെ സാർമാർ. പിന്നെ നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ സിമ്പിൾ ചെറിയ ഡൗട്ടുകളാണെങ്കിൽ പോലും നമുക്കത്ര നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല രീതി നമ്മൾ നല്ല ഡീൽ ചെയ്യാൻ അങ്ങനത്തെ അത് വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ പേര് മുഹമ്മദ് സിനാൻ, ഞാൻ മജ്ലിസ് കോളേജിൽ നിന്നാണ് കൂടെ. അപ്പോൾ ആദ്യമായിട്ട് കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഇതുണ്ട് എന്ന് പറഞ്ഞ് നോക്കാൻ ഇങ്ങനെ ടീച്ചർ പറയും, ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ എന്നെ കണ്ടവർ പിടിക്കണം എന്ന് ഞാൻ അറിയും. അങ്ങനെ ഒരു ദിവസം കോളേജിൽ ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ട്, എൻ്റെ മോള് പ്രൊമിനൻ്റ് എന്ന് പേര് കണ്ടു, അത് കണ്ട് ഞാൻ വിളിച്ചതാണ്. അന്ന് മുതൽ അനൂപ് സാറെ തന്നെ ഡയറക്റ്റ് വിളിച്ചതാണ്. പിന്നെ പറഞ്ഞു ഞങ്ങളെ അവിടുത്തെ HOD റാഫി സാറ് പറഞ്ഞു, അനൂപ് സാറ് നല്ല ആളാണ്, ബന്ധപ്പെട്ടോളി, ആൾ ചെയ്തു തരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് മുതൽ അനൂപ് സാർ ആ ഒരു പെരുമാറ്റം ഫോണിലൂടെ ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ആ ഒരു പെരുമാറ്റം വളരെയധികം നല്ലതാണ്. പിന്നെ ഇവിടെ വന്നു, ഇവിടെ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇന്റേൺഷിപ്പ് തുടങ്ങുന്ന 2 ദിവസം മുമ്പ് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോണേ എന്നുള്ള എല്ലാ കാര്യങ്ങളും അന്ന് പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനും മിന്നാജ് എന്ന് വന്നത്. അപ്പോൾ
അപ്പോൾ എന്തായെങ്കിലും അറിയാണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വർക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഓരോ സാറിന്മാരും എടുത്തു പറയണ്ട, അനൂപ് സാറായാലും നജീബ് സാറായാലും അരുൺ സാറായാലും ഹരി സാറായാലും ഓരോരുത്തരും എടുത്തു പറയേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിന്റെ വർക്കിംഗ് എന്താണെന്നെങ്കിൽ ചോദിക്കാം. അപ്പോൾ സാറുമാർ പറഞ്ഞുതരാം എങ്ങനെ അത് ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വളരെ നല്ല ദിവസങ്ങളായിരുന്നു ഇവിടെ. തുടക്കം മുതൽ പിന്നെ നേരം പോകുന്നത് അറിയുന്നില്ല. വർക്ക് തുടങ്ങിയതിനു ശേഷം പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനായിരുന്നു. ഞങ്ങൾ 1 മണിയാകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് സമയം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സമയം കഴിയുന്നു. അത്ര ഇൻട്രസ്റ്റഡ് ആകുന്നവരാണല്ലോ സമയം പോകുന്നത് നമ്മൾ അറിയാണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഹിഷാം എന്നാണ്. മജ്ലിസ് കോളേജിലാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് വരാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ ഇലക്ട്രോണിക്സിനുള്ള കമ്പനി. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറുപ്പത്തിൽ നമുക്ക് ടോയ്സ് കിട്ടും. അപ്പോൾ ആ ടോയ്സ് ഒക്കെ എന്ത് ചെയ്യാം, പൊളിക്കുക, 2 ദിവസം കൊണ്ട് പരിപ്പിളക്കുക, അല്ലെങ്കിൽ മോട്ടർ എടുക്കുക, ഫാൻ ഉണ്ടാക്കുക, ഈ ഒരു ലെവലിൽ തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ അറിയും, ഇനി വീട്ടിലേക്ക് അറിയിക്കും. ഫിസിക്സ് വേണം പറഞ്ഞപ്പോൾ എനിക്ക് ഫിസിക്സിന് വേണം പറഞ്ഞു. ഇനി വീട്ടിലേക്ക് തന്നെ വയ്ക്കുമോ അല്ലെങ്കിൽ മറ്റേ പോളിക്ക് വയ്ക്കുമോ, എനിക്ക് അതൊക്കെ താല്പര്യം ചെയ്യും. അല്ല ഫിസിക്സിന് പോകാനായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം മുതലേ അങ്ങനെ സംഭവിച്ചിരുന്നു. പിന്നെ ഒരു കൂടുതലായിട്ട് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇലക്ട്രോണിക്സിന്റെ കാര്യം വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പം കണ്ടിട്ടേക്കും 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കൂട്ടി ഒരു ബാഗ് നിറച്ചും കുറെ മോസ്ഫെറ്റ് അതുപോലെ റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പണി നിർത്തിയായിരുന്നു. അപ്പൊ അന്ന് തന്നെ എനിക്ക് സാധനങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ടോയ്സ് പൊളിക്കുക, അതിന് ഫാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോട്ടർ എടുത്ത് കാന്തം വേറാക്കുക, ഒക്കെ വേറാക്കുക, ഇതാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഈ ചങ്ങാതി ഇതൊക്കെ കൂടി കൊണ്ടുവന്നു, സോൾഡറിങ് ആളൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ ഇതിൽപ്പെട്ട് ഒരു ബോക്സിലേക്ക് ഓരോ ബോക്സിലേക്ക് എടുത്തു വെച്ചു. കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ തിരിച്ചെടുത്തത്. അപ്പോഴാണ് എന്താണ് സാധനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ എന്താണ്, ഓരോ കമ്പോണൻസ് എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള എന്താണെന്നൊക്കെ. ഒരു ലാബിലുള്ള ഒരു ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ബാറ്ററി എങ്ങനെ ആ ഒരു രൂപത്തിലായി, അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് പറഞ്ഞ പോലെ അതിന്റെ ഡയഗ്രാം മുതൽ എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഇന്റേൺഷിപ്പ് പറഞ്ഞ സമയത്ത് തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇലക്ട്രോണിക്സിന് പോകുന്നതായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്നിട്ട് ഏതൊക്കെ പോയാലും കുഴപ്പമില്ല നിൽക്കായപ്പോൾ നമ്മുടെ മലപ്പുറം അതുപോലെ കോഴിക്കോടിലെ എല്ലാ ഹോസ്പിറ്റലിലും തപ്പി. മിസ്റ്ററിന് ഇവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാം, റേഡിയേഷൻ അടിക്കേണ്ട കുറച്ച് അറിയില്ലേ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പോലെ നമ്മളെ കൂടുതൽ എത്തിപ്പെട്ടു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാർമാരെ പെരുമാറ്റം, ഓരോ ഫാക്കൽറ്റീസിന്റെ പെരുമാറ്റം ശരിക്കും അതെ വായില് വേറിട്ടെടുത്ത പോലും കഴിക്കൂല, അത്രക്കും പാവങ്ങളാണ് ഒരു സാധനം. ഏറ്റവും ബേസിക് മുതൽ ഒരു കാര്യം വെക്കണമെങ്കിൽ ഏറ്റവും ബേസിക് മുതൽ എങ്ങനെ അങ്ങനായി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഓരോ സാറുമാര് പിന്നെ പറയുന്നത് ഇവിടെ വന്ന് കിട്ടിയ ശേഷം ഊണ് കഴിക്കാൻ പോയത് അമ്പലത്തിൽ നമ്മൾ ഊണ് കഴിക്കാൻ പോയത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നത്. ഒരു സാറുമാരെ കൂടി സാറുമാരെ വണ്ടി തന്നെ കൊണ്ടുപോകുക ആ ഒരു ലെവലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര കമ്പനി ഉണ്ടാക്കാൻ സാധിച്ചു. സാറുമായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ മറ്റു നിങ്ങളുടെ കോളേജ് കുട്ടികളാണെന്നുണ്ടെങ്കിലും ഡിഗ്രി കോളേജ് കുട്ടികളാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു 9 ദിവസം ഞാൻ ഒരു ലീവായി. അങ്ങനെ 9 ദിവസം ആണെങ്കിലും നൈസായിട്ട് എൻജോയ് ചെയ്ത് പോയ 9 ദിവസമായിരുന്നു. ഒരിക്കലും ഒരു മടുപ്പ് തോന്നാത്ത, പഠനത്തിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും മടുപ്പ് തോന്നിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഓരോ കമ്പോണൻസും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് എന്തുകൊണ്ട് അങ്ങനായി, അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെ ഒന്നുകിൽ ആ ഒരു ഇൻഫർമേഷൻ താല്പര്യം കൊണ്ടായിരിക്കും. അപ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു 9 ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് നിയാൻ ചന്ദ്രൻ. ഞാൻ SNDP കോളേജിൽ നിന്നാണ് വന്നത്. കുറച്ചധികം ആൾക്കാരുണ്ട്. നമ്മൾ എല്ലാവരും 18 ആളാണ് ഇവിടെ വന്നത്. അപ്പോൾ 4 ആൾക്കാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇവിടെ വന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ അല്ല ഇതിൻ്റെ മുന്നേ 4 ആളെ. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ വന്നേരം ഈ ഇത് കണ്ടപ്പോൾ ആദ്യം ഇന്റേൺഷിപ്പിന് ഒരു ഐഡിയ ഇല്ലാണ്ടാവും. ഇവിടുത്തെ സാറന്മാർ ഭയങ്കര നൈസായിട്ട് നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ എല്ലാ ചെറിയ ഡൗട്ട്സും എല്ലാം ഇതിൻ്റെ മുന്നേ ഇന്റേൺഷിപ്പിന് പോയ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇംഗ്ലീഷിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങനെയല്ല, കുറച്ചുകൂടി നൈസായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറന്മാർ പറഞ്ഞു. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് മൾട്ടിമീറ്ററിലാണ്. മൾട്ടിമീറ്റർ യൂസ്
കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു യൂസേജ് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അതറിയാം. പിന്നെ സോൾഡറിങ് എല്ലാം നല്ലോണം വൃത്തിക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാറുമാരുടെ പെരുമാറ്റം പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കിവിടെ രാവിലെ കാപ്പിയും ചായയും ഒക്കെ തന്നില്ല. സാറിന്റെ വൈഫായിട്ട് നമ്മൾ നല്ല കമ്പനി ആയിട്ട് കുറെ മോട്ടിവേഷൻസും നമുക്ക് നല്ല ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ന്യൂ ഇയർ നമ്മൾ കേക്ക് ഒക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. Good afternoon. ഞാൻ ദേവമുദ്ര SNDP കോളേജിലാണ് വരുന്നത്. അപ്പോൾ പ്രോമിനൻ്റത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് തന്നെ 10 മണി തൊട്ട് 5 മണിന്ന് കേട്ടപ്പോൾ തന്നെ പോയി. അതായത് അത്രയും ഇരിക്കേണ്ടതെന്ന് ബോറടിയേക്കെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരത്തെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ വർക്കായി ഈ സോളാർ പാനൽ ഇൻവെർട്ടർ ഇതൊക്കെ കണ്ടിരിക്കുന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ചെറിയ ഭാഗം പറ്റിയതിന് സന്തോഷം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ആരാമൽ, SNDP കോളേജിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 4 മാസമായിട്ട് തോന്നുന്നു. ക്രിസ്മസിൻ്റെ ആ വെക്കേഷൻ്റെ മുന്നെയാണ് HOD അനുസരിച്ച് ഞങ്ങളോട് പറയുന്നത് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് അത് തീർക്കണമെന്ന് മിസ് വെക്കേഷൻ മുന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം മിസ് പറഞ്ഞ് ഇങ്ങനെ ഉള്ളിയിൽ റൂമുണ്ട്, ആരാണ് ഇവിടേക്ക് ലാബിൽ സാധനങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അനൂപ് സാറിനൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അനൂപ് സാറിനെ വിളിച്ച് നോക്കി. സാറ് പറഞ്ഞ് കുഴപ്പമില്ല, വെക്കേഷൻ ടൈമിൽ വന്നു പറഞ്ഞു. അപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് ആദ്യം വരാനൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഗെയിംസിനൊക്കെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ വെക്കേഷനിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് ഫസ്റ്റ് ക്ലാസ്സിന് വന്നേര തിയറി അതുകൊണ്ട് കുറച്ചൊരു ബോറായിട്ട് തോന്നി. പക്ഷേ പിറ്റേ ദിവസം മുതൽ സാർ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ പഠിച്ച മൾട്ടിമീറ്റർ ഇത് ലാബിൽ കണ്ടിന്യൂ ഇങ്ങനത്തെ വൃത്താല്ലാണ്ട് കണ്ടിന്യൂറ്റി നോക്കണമെന്ന് അത് അറിയില്ലേ. പിന്നെ ഇവിടുന്ന് സാർ തന്നെ ഫുൾ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നെ. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്നവരെ കുറച്ചുകൂടി ഇങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വന്ന്. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ദിവസം അല്ലാണ്ട് പിന്നെ ഇതുവരെ ഒരു ബോർഡ് നോക്കിയിട്ടില്ല. നല്ല ക്ലാസ് സാർമാരാണെങ്കിലും സാറാണെങ്കിലും സാറെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, സാർ ഇന്റേൺഷിപ്പ് എന്നാണ് ചോദിച്ചിട്ട്. അപ്പോൾ സാറാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും സാറിങ്ങനെ എടുത്തിട്ട് പറയും അത്ര വന്നോ എന്നൊക്കെ ഇങ്ങനെ പറയും. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സാർമാരും അങ്ങനെ തന്നെയാണ്. നല്ല ഒരു കാര്യം ചോയ്സ് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അത് അതിൻ്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കൃത്യമായിട്ട് നല്ലോണം പറഞ്ഞുതരും. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് അതിന് കൂടുതൽ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും നല്ലതായിരുന്നു. എന്തായാലും നല്ലൊരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. SNDP കോളേജിൽ നിന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു തന്നെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നപ്പോൾ അനൂപ് സാറില്ലായിരുന്നു, നജീബ് സാറായിരുന്നു. സാറും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ കമ്പോണൻസ് ഒക്കെ തന്നു. ആദ്യം എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് പറഞ്ഞത് മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ പോലെ പറഞ്ഞാൽ തന്നെ കോളേജിൽ നമ്മൾ ചെയ്തിട്ടെങ്കിലും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ സാർ അതിൻ്റെ A to Z കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു. അപ്പോൾ അത് അടിപൊളിയായി തോന്നി. പിന്നെ നമ്മൾ സോൾഡറിങ് നമ്മൾ കാണുമ്പോൾ വിചാരിച്ച് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാന്നൊക്കെ. പക്ഷെ അതൊരു ആർട്ടാണ്. അത് കുറച്ചെങ്കിലും പഠിക്കാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ സാറിനെ നമ്മൾ നോക്കുന്ന അടിപൊളിയാണ്. ഫസ്റ്റ് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് കുറച്ച് ബോറടിച്ച് വരുമ്പോഴത്തേക്ക് ചായ വരും. പിന്നെ അതെ അവർക്ക് തന്നെ കാപ്പി. അപ്പോൾ കപ്പയൊക്കെ കഴിച്ച് പിന്നെ കുറച്ചൊരു പൊട്ടൻസ് കിട്ടും. പിന്നെ നമുക്ക് ക്ലാസ് എടുപ്പിക്കാൻ കുറച്ചുകൂടി ഇതാവും. പിന്നെ നമ്മൾ വർക്ക് കയറിയാൽ പിന്നെ വർക്ക് എല്ലാവർക്കും ചെയ്യുന്നതിന് തന്നെ വേഗം പോകും വർക്ക്. പിന്നെ വൈകുന്നേരം ഇവിടെ വന്നാൽ പിന്നെ സാറെ കുറച്ച് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചായ കിട്ടും. അപ്പം അതിനെക്കൊണ്ട് ഓവറോൾ പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാൻ കുറച്ചൊക്കെ ഫുള്ളായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു സാറെന്നെ അപ്പം എന്ത് പറയുമ്പോൾ തന്നെ സാറ് അതിൻ്റെ വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. എടുക്കേണ്ട സാധനം അല്ലെങ്കിലും വേറെ പുറത്തുനിന്ന് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് സാറ്
സിമ്പിൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. ഇതൊക്കെ തന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി.